പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനമൂർത്തേ ഓം നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമഃ. നമസ്കാരം എല്ലാവർക്കും. സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വ്യാഴൻ്റെ മാറ്റമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ വ്യാഴമാറ്റം നമുക്ക് ഈ വരുന്ന മെയ് മാസം, അതായത് 2024 മെയ് മാസം 1-ാം തീയതി 1199 മേടമാസം 18-ാം തീയതിയാണ് ഈ വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം നമുക്ക് മാറുമ്പോഴത്തേക്ക് മിക്കവാറും വ്യാഴം, ശനി, ഈ ഗ്രഹങ്ങളുടെ മാറ്റം, രാഹുകേതുക്കളുടെയൊക്കെ മാറ്റങ്ങളാണ് പൊതുവിലെല്ലാവരും ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഒരു മാസം 45 ദിവസം ഇങ്ങനെയൊക്കെ നിന്ന് പോകുന്നതുകൊണ്ട് കൂടുതലാരും ശ്രദ്ധിക്കാറില്ലെങ്കിലും ചൊവ്വയുടെ മാറ്റമൊക്കെ ചിലപ്പോൾ ശരിയായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വ്യാഴം അശ്വതി, ഭരണിയും കാർത്തിക കാലും വരുന്ന മേടക്കൂറിൻ്റെ ഫലമാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ അവർക്ക് മേടൻ രാശിയിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ മേടൻ രാശിയിൽ ജന്മവ്യാഴം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമാണ് വ്യാഴം ജന്മരാശിയിൽ നിന്നും 2ലേക്ക് മാറുന്നത്. അപ്പോൾ 2, 4, 7, 11, 5, 9 ഈ രാശികളൊക്കെ വ്യാഴന് പൊതുവേ എന്നല്ല വ്യാഴൻ നല്ല ഫലങ്ങളാണ് തരുന്നത്. അപ്പോൾ 2ാം ഭാവത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നിലവിലുണ്ടായിരുന്ന നമുക്ക് എന്തെങ്കിലും വിഷമസന്ധികളൊക്കെ, കുറച്ച് വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒഴിവായി വരും എന്നുള്ള സൂചന കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന പുരോഗതികളിൽ നമുക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നമുക്ക് നിലനിന്നിരുന്നതായ ഒരു അരിഷ്ടതാവസ്ഥ ഒന്ന് മാറി വരേണ്ട സാധ്യത ഗ്രഹം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേ ഉണ്ടായത്. ഗ്രഹം വന്നുടനെ വരണമെന്നില്ല. ആ വ്യാഴൻ 2ൽ നിന്നും പ്രവർത്തനം കണ്ട് തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് നമുക്കത് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കുടുംബപരമായിരിക്കുന്ന 2ാം ഭാവം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്: വാക്ക്, കുടുംബം, ധനം മുതലായിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ മനസ്സുഖം, കുടുംബസുഖം കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ അല്പം ഒഴിഞ്ഞു വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. നമുക്ക് കടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടി വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ധനം ലഭിക്കാനുണ്ടെങ്കിൽ ആ പണം നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത ഈ പറയുന്ന സമയത്താണ് വരേണ്ടത്. ആരോഗ്യകരമായ മേഖലയിൽ നമുക്കിപ്പം ജന്മവ്യാഴം തന്നിരിക്കുന്നതായ അവസ്ഥകളിൽ നിന്ന് നമുക്ക് ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ട്. ചില അസുഖങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ശമിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം വരാനും ഔഷധം കൊണ്ടും ദൈവികം കൊണ്ടും അതിന് ചില മാറ്റങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബിസിനസ് പരമായിട്ട്, തൊഴിൽപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ജന്മരാശി നമുക്ക് ഫ്രീ ആണ്. നമുക്ക് വേറെ ഗ്രഹങ്ങളൊന്നും അനിഷ്ടകരമായിട്ട് ഇപ്പോൾ ശനിയും 11ലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്, നല്ലതാണ്. പിന്നെയുള്ളത് നമുക്ക് രാഹു, കഴിഞ്ഞ ഒക്ടോബർ 30-ാം തീയതി രാഹു ജന്മരാശിയിൽ നിന്നും മാറിയതും നമുക്ക് അനുകൂലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഏകദേശമല്ല, ഈ വ്യാഴം ഇപ്പോൾ ഒരു വർഷം നമുക്ക് നിൽക്കും. പിന്നെ ശനി നമുക്ക് ഏകദേശം 1.5 വർഷം കൂടെ കഴിയുമ്പോൾ 7 ശനിയായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ട കാര്യമില്ല. ഈ വ്യാഴൻ്റെ മാറ്റം കൊണ്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പൊതുവേ അനുകൂലമായിട്ട് തന്നെയാണ് പറയേണ്ടത്. ആരോഗ്യരംഗവും സാമ്പത്തിക രംഗവും കുടുംബരംഗവും കുടുംബ രംഗത്തും മംഗളകരമായ കാര്യങ്ങൾ നമുക്ക് നടക്കാനുള്ള സാധ്യതകളും ഒക്കെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു അനുകൂലമായ കാലമാണ്. വിദ്യ അഭ്യസിക്കുന്നവർക്കും വിദ്യാവിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയങ്ങളിൽ. അതായത് അശ്വതി, ഭരണിയും കാർത്തിക കാലും വരുന്നത്. അപ്പോൾ ഈ കാർത്തികയുടെ കാല് വരുന്നതെല്ലാം നമുക്ക് അത് ജാതകത്തിൽ നോക്കി വേണം തീരുമാനിക്കാനുള്ളത്. അതുകൊണ്ട് ആ നക്ഷത്രക്കാർ പ്രത്യേകം തന്നെ ആ കൂറ് ഏതാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൊള്ളണം. കാരണം ഇടവക്കൂറ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില ഫലങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊതുവേ നമുക്ക് ഏതെങ്കിലും വിദേശയാത്രാ കാര്യങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദേശ യാത്രയ്ക്കെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വേണം കരുതാൻ. നമുക്ക് നേരത്തെ എന്തെങ്കിലും സ്ഥാനഭ്രംശങ്ങൾ ദോഷകരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി നമുക്ക് സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ ലഭിക്കാനുള്ള യോഗവും 2ാമത്തെ രാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വരുന്നതായ ഒരു ഇണക്കക്കുറവെല്ലാം ആ ഭാഗത്ത് പരിഹരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട്. കർമ്മരംഗം നേരത്തെ പറഞ്ഞിടയ്ക്ക് നമുക്ക് ഔദ്യോഗിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് നല്ല ഫലങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സ്ഥാനഭ്രംശം നമുക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ
ആ രംഗത്തുണ്ട്. തൊഴിൽ രംഗത്ത് നമ്മൾ മറ്റ് തൊഴിൽ രംഗങ്ങളിലൊക്കെ ആണെങ്കിലും പുതിയ നവീനമായ കർമ്മരങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സമയം നമുക്കാകാം. അപ്പോൾ അഥവാ എന്തെങ്കിലും ആ പോരായ്മകൾ ആ രാശിയിൽ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കുറേശ്ശെ അത് മാറി വരേണ്ട സാധ്യത ആ വ്യാഴൻ 2-ൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. വസ്ത്രാഭരണ മാലിന്യങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ട യോഗങ്ങളൊക്കെ കൂടുതലായിട്ട് ആ സമയത്ത് ഉണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ധനാഗമ മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നമുക്ക് ലഭിക്കപ്പെടേണ്ടുന്ന ഒരു കാലം കൂടിയാണ് ആ സമയങ്ങൾ. അപ്പോൾ 2024 മുതൽ 2025 ഏകദേശം ഈ മെയ് മാസം വരെ നമുക്ക് ഏകദേശം ഈ ഒരു വർഷം വ്യാഴൻ്റെ ഫലങ്ങൾ പൊതുവെ അനുകൂലമായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ആരോഗ്യം നേരത്തെ പറഞ്ഞ കണക്ക് പിന്നെ ഔഷധം കൊണ്ടുള്ള ഗുണങ്ങളും ബന്ധുബലവും ആരോഗ്യവും വിവാഹ ഭാഗ്യങ്ങളും അങ്ങനെ ഗുണകരമായ ചില പല മാറ്റങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന. പിന്നെ നമുക്ക് ഈ വ്യാഴം വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു വിചാരിച്ചു കളയല്ലേ. നമുക്ക് ഈ വ്യാഴമെന്ന് പറയുമ്പോഴത്തേക്ക് വ്യാഴനെ ചില ഗ്രഹങ്ങൾ വേദിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ എടുത്ത് പറയാത്ത എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ശനിക്ക് സൂര്യനും പിന്നെ ബുധനും ചന്ദ്രനും തമ്മിൽ പരസ്പരം വേദ്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ വ്യാഴന് മറ്റ് ഗ്രഹങ്ങൾ വേദിക്കുമ്പോൾ ഇന്ന രാശികൾ ഗ്രഹങ്ങൾ നിന്നാൽ വേദിക്കുമെന്നുണ്ട്. വേദിച്ചാൽ ശുഭഫലങ്ങളിൽ ലഭിക്കാതെ പോവുകയും അതേസമയത്ത് പാപഫലങ്ങൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. അശുഭമായിട്ട് പറയുന്ന കാര്യങ്ങളും അതങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് പറയാത്ത കാര്യങ്ങൾ ഈ ബുധനും ചൊവ്വയും സൂര്യനുമൊക്കെ ഈ പറയുന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം 45 ദിവസമൊക്കെ നിന്ന് പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇവരുടെ ഫലം എത്ര കാലം കിട്ടുമെന്നുള്ളത് കൃത്യമായി പറയുന്നതിനവിടെ വിഷയമുണ്ട്. ഇവിടെ ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം അത് പറയാനായിട്ട് വിഷയമുണ്ട്. അതേസമയത്ത് അത് വ്യക്തിപരമായ കാര്യങ്ങൾ പരിശോധിച്ച് പറയുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തി അത് ജാതകവും കൂടി വിലയിരുത്തിക്കൊണ്ടും എന്തൊക്കെയാണ് നമ്മുടെ ജാതകത്തിലെ ഗുണദോഷങ്ങളെന്നും കൂടെ അതുകൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം ആ മേടൻ രാശിയുടെ അല്ലെങ്കിൽ നമ്മൾ വ്യാഴൻ്റെ മാറ്റത്തെ പറ്റിയുള്ള ഫലം പൂർണ്ണമായും വിലയിരുത്തേണ്ടതെന്നുകൂടി ഞാനിവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ്. അല്ലാതെ വ്യാഴം മാറി എന്ന് വിചാരിച്ച് മാത്രം നിങ്ങളെല്ലാം നല്ലതായി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കരുത്. ചിലർക്കെല്ലാം 11-ൽ വ്യാഴം നിന്നിട്ട് ലഭിക്കാത്തതായ ഗുണങ്ങളെല്ലാം ചിലപ്പോൾ 12-ൽ വന്നിട്ട് കിട്ടുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടെന്നാലും അവിടെ 12-ൽ വന്നാലുള്ള ഗുണമല്ല അവിടെ കിട്ടുന്നത്. അവരുടെ ജാതകത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹമാറ്റങ്ങൾ, അതായത് ദശാകാലങ്ങളോ മറ്റ് ഗുണകരമായിരിക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ യോഗങ്ങളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ കാരണം. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രഹമാറ്റം വന്നു എന്ന് വിചാരിച്ചാലും നമ്മളിത് ഈ വീഡിയോ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പോലും ആ കേട്ടിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ ജാതകവും കൂടെ ഇപ്പോഴത്തെ ദശാകാലം എങ്ങനെയാണ് നടക്കുന്നത്, മറ്റ് അപഹാരകാലങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ അതിൻ്റെ അന്തരഫലങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് വിശദമായി നോക്കുക. പിന്നെ ഇതിൻ്റെ യോഗങ്ങൾ വിലാഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു മിക്കവാറും യോഗഫലങ്ങൾ ജാതകങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സിന് മുകളിലോട്ടാണ് യോഗഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ദശാകാലവും യോഗഫലങ്ങളും ഒക്കെ ഇതിനെപ്പറ്റി താരതമ്യ പഠനം നടത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായാലും ദാമ്പത്യമായാലും തൊഴിൽ രംഗമായിരുന്നാലും വിദേശവാസത്തെ സംബന്ധിച്ചായാലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അങ്ങനെ ഉള്ള ഫലങ്ങളെല്ലാം തന്നെ അതിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകും, ജാതകത്തിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ചാരഫലം കേട്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ചാരഫലത്തിൻ്റെതായ 2 വരുന്നതായ ഈ പറയുന്ന ഫലം ഏറ്റവും നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പൊതുവിൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശേഷിച്ചും ആ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിനെ പൂജിക്കുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുക, ക്ഷേത്ര ദർശനം, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. ഭൂമി സംബന്ധിച്ച് ഭൂമിയൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയെ കൊണ്ട് ഗൃഹനിർമ്മാണത്തിൽ ഒരുങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗൃഹനിർമ്മാണങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നല്ല രീതിയിലുള്ള ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഈ ജാതകഫലവും കൊണ്ട് തട്ടിച്ച് നോക്കുക. അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേടൻ രാശിയുടെ ഫലത്തിൽ നിന്ന് തൽക്കാലം ഞാൻ വിരമിക്കുകയാണ്. അടുത്ത ഫലം ഇടവൻ രാശിയുടെ ഫലം അടുത്ത രാശിക്കാർ കേട്ടുകൊള്ളുക. ഓക്കെ, നമസ്കാരം.